ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഒന്നൊന്നര ദിവസമായിരുന്നു കേട്ടോ. കാരണം ഇന്ന് ഒരുപാട് സ്ഥലത്ത് കൂടെ പോകാനുണ്ടായിരുന്നു. ആദ്യം തന്നെ എൻ്റെ ഇമ്മാൻ്റെ ഉമ്മാനെ കാണാൻ പോകാനുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയതിന് ശേഷം പിന്നെ എൻ്റെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിലൊരു കാർണിവൽ ഉണ്ട് കേട്ടോ, മലയോര കാർണിവൽ എന്ന് പറഞ്ഞിട്ട് അവിടെയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തേത്. ഒരു 11 മണിയൊക്കെ ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എടക്കരയിലെത്തിയിട്ടുണ്ട്. എടക്കര സ്റ്റാൻഡാണ് കേട്ടോ ഈ കാണുന്നത്. അവിടെ ഞങ്ങൾ അനിയത്തിനെ കുറച്ച് നേരം ഇങ്ങനെ കാത്തു നിന്നു കേട്ടോ. അവളും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അവൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അവിടുന്ന് നിലമ്പൂർ ബസ്സിന് കയറിയിട്ട് പോയി ചന്തക്കുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അവിടുന്ന് വീണ്ടും ബസ് കയറിയിട്ട് പോകണം കേട്ടോ. ഈ കാണുന്നത് കരിമ്പുഴയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെയുള്ള ഫോറസ്റ്റാണ്. ഒരുപാടായി ഉമ്മാനെ കാണാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. കല്യാണമൊക്കെ കഴിയുന്നതിന് മുന്നേ ഞങ്ങൾ സ്കൂളൊക്കെ പൂട്ടാൻ നിൽക്കാറ് കേട്ടോ. അവിടെയൊക്കെ പോയി വിരുന്ന് പറക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പോയിട്ടൊന്നുമില്ല കേട്ടോ. പോയിട്ടുണ്ട്, അധികം പോയിട്ടില്ല. ഞങ്ങൾ അവിടെ ഏകദേശം ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും എത്തിയിട്ടോ. ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല നെയ്ച്ചോറും കോഴിക്കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ. അവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം പിന്നീട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കാണ് കേട്ടോ ഈ പോകുന്നത്. ഞങ്ങളുടെ നാട്ടിലൊരു കാർണിവൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം ഇമ്മാക്ക് വിളിച്ചപ്പോൾ ഉമ്മാക്ക് അങ്ങോട്ട് പോകാനൊരാഗ്രഹം. കാർണിവലുള്ള ആ സ്ഥലമൊക്കെ ഒന്ന് കാണാനും കയറാനൊന്നല്ല, കാണാനൊരാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളും കൂടെ ഉണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നാൽ വീട്ടിൽ പോയിട്ട് വൈകുന്നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കാണാൻ പോവാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. എടക്കരയിലാണ് കേട്ടോ കാർണിവൽ നടക്കുന്നത്. ഇവിടെ എത്തിയപ്പോഴേക്കും വൈകുന്നേരം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ കാർണിവൽ കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കാർണിവലിന് പോകുക എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ സ്ഥലത്തെത്തിയിട്ടോ, കാർണിവൽ നടക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. മക്കൾസിനൊക്കെ കയറാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ആദ്യം ഞങ്ങൾ കുറച്ച് നേരം എല്ലാ സ്ഥലത്തു കൂടെ ഒന്ന് ചുറ്റിയടിച്ച് എല്ലാ സംഭവങ്ങളും ഒന്ന് കണ്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനും. ഒരുപാട് കുട്ടികളൊക്കെ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളും വലിയവരും ഒക്കെ കേട്ടോ. ഇതിൽ കയറണമെന്ന് മക്കൾസിനോട് ചോദിച്ചപ്പോൾ അവർക്ക് ഇതിൽ കയറണ്ടെന്ന് പറഞ്ഞു കേട്ടോ. എനിക്കും മക്കൾക്കും യന്ത്രൂഞ്ഞാലിൽ കയറാനൊരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ട്രിപ്പിലാണ് കേട്ടോ ഞങ്ങൾ കയറുന്നത്. ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനും മക്കൾസും കയറിയിട്ടുണ്ട്. ഇമ്മി അനിയത്തിയൊന്നും കയറിയിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടൊന്നല്ല കേട്ടോ യന്ത്രൂഞ്ഞാലിലൊന്നും കയറുന്നത്, എന്നാലും ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതിലൊക്കെ കയറിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഭക്ഷണ ഐറ്റംസൊക്കെ കണ്ടു കേട്ടോ. അതിലെന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റംസാണ് കേട്ടോ. അതെനിക്ക് അറിയില്ല പേര്. ഇത് പാനിപൂരി കേട്ടോ. ഇതും വാങ്ങി, കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കിയ ഈ ഒരു ഐറ്റം വാങ്ങി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് പിന്നീട് ഞങ്ങൾ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഓരോരുത്തരായിട്ട് ഓരോ ഐറ്റംസിന് നേരെ എറിഞ്ഞു നോക്കിയിട്ടോ, ഭാഗ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ. ഭാഗ്യമില്ലാത്തതുകൊണ്ട് ഒറ്റയാൾക്കും കിട്ടിയില്ല കേട്ടോ. ലാസ്റ്റ് ഞാനാണ് കേട്ടോ. ലാസ്റ്റ് ഞാനിടാന്ന് പറഞ്ഞു. എല്ലാവരും പരീക്ഷണം ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചു. 5 റിങ് ഇടാൻ 50 രൂപയാണ് കേട്ടോ. ഈ 50 രൂപയാണ് ഈ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് എൻ്റെ ഊഴായിട്ടോ. ഞാൻ നല്ല ഗമയിലൊക്കെ ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് ഇട്ട് നോക്കിയിട്ടോ. എന്ത് പറയാനാ, ഭാഗ്യക്കേട് എന്നല്ലാതെ എന്തതിന് പറയാ. എനിക്കൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അടുത്ത പരീക്ഷണത്തിനും കൂടെ ഒന്ന് നിന്നു കേട്ടോ.
ഇത് കുറച്ച് ബൗൾസ് ഉണ്ട്, അത് അതിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അത് ഏത് നമ്പറിന് നേരെയാണോ പോകുന്നത് ആ നമ്പറൊക്കെ ആഡ് ചെയ്തതിന് ശേഷം അവിടെയുള്ള ഏതെങ്കിലും ഐറ്റംസിന് നേരെ ആ നമ്പർ ഉണ്ടെങ്കിൽ ആ ഐറ്റം നമുക്ക് തരും കേട്ടോ. ഇതും ഞങ്ങളത് പാളിപ്പോയി, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഞങ്ങളുടെ 50 രൂപ അവിടെയും പോയിട്ടോ. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് ആർക്കും ഭാഗ്യമില്ലാന്ന്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പൈസ പോകുന്ന പരിപാടിക്കൊന്നും നിന്നില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ മേടിച്ച് അതായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. പിന്നീട് ഞങ്ങൾ കുറച്ച് ഉപ്പിലിട്ട ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു. പൈനാപ്പിളും നെല്ലിക്കയും ക്യാരറ്റും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉപ്പിലിട്ടതുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇഷ്ടപ്പെട്ടത് ഓരോരുത്തർ അങ്ങനെ വാങ്ങി കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നീട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ജിലേബി വാങ്ങിയിട്ടുണ്ടായിരുന്നു. മക്കൾസിന് ഓരോ കളിപ്പാട്ടം കൂടെ വേണമെന്ന് പറഞ്ഞപ്പം അതും കൂടെ മേടിച്ചു കൊടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്